അടുത്ത ബുധനാഴ്ച ക്ലാസ് ഉണ്ടാവില്ല. പിറ്റത്തെ ബുധനാഴ്ച രാവിലെയാണ് ഫ്ലൈറ്റ് ഇറങ്ങുന്നത്. 8:30 മണിയോടുകൂടെ എയർപോർട്ടിൽ ഇറങ്ങും. 9-ാം തീയതിയാണത്. അന്ന് ഇൻഷാ അല്ലാഹ് ക്ലാസ് ഉണ്ടായിരിക്കും. അതിപ്പോ എല്ലാരും കേട്ടോ? നിങ്ങൾ കേട്ടോ? ഉറങ്ങിപ്പോയ റബ്ബേ എന്തേ കേട്ട്? അടുത്ത ബുധനാഴ്ച ക്ലാസ് ഉണ്ടാവില്ല ഇൻഷാ അല്ലാഹ്. പിറ്റത്തെ ബുധനാഴ്ച 9-ാം തീയതി ആയിരിക്കും നമ്മുടെ ക്ലാസ്. അള്ളാഹു അതിൽ കൂടാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, ആ ഒരു മജ്ലിസ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾ റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ പേരിൽ ഇൻഷാ അല്ലാഹ് ഒരു യാസീൻ ഓതി പൂർത്തീകരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ ഖദീജ ബീവി, സൗദ ബീവി, ആയിഷ ബീവി, ഹഫ്സ ബീവി, റംല ബീവി, സൈനബ ബീവി, ജുവൈരിയ, സഫിയ, ഹിന്ദ്, മൈമൂന റളിയല്ലാഹു അൻഹും. അന്നബിയു, ശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞല്ലോ, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാത്തുഹും. മുഅ്മിനീങ്ങൾ നബി പറയാൻ അന്നബിയു മുഹമ്മദ് നബി. ഖുർആൻ പറയാൻ മുഹമ്മദ് നബിയാണ് ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സ്വന്തം തടിയേക്കാൾ മുഅ്മിനീങ്ങൾക്ക് ബന്ധപ്പെട്ടയാൾ, നമ്മുടെ ജീവനേക്കാൾ ജീവനാണ് മുഹമ്മദ് മുസ്തഫ. വഅസ്വാജുഹു ഉമ്മഹാത്തുഹും. ആ നബിയുടെ ഭാര്യമാര് നിങ്ങളുടെ ഉമ്മമാരാണ്. ആ ഉമ്മുൽ മുഅ്മിനീങ്ങൾ, ആ മുത്തുനബിയുടെ ഭാര്യമാർ, അവരിൽ ഓരോരുത്തരുടെയും പേരിൽ ഒരു യാസീൻ ഓതണം ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഒരു 11 യാസീൻ ആ ക്ലാസ് ആകുമ്പോഴത്തേക്ക് ഒന്ന് ഓതി തീർക്കി മക്കയിലെത്താൻ ആഗ്രഹം വെച്ച്, മദീനയിലെത്താൻ ആഗ്രഹം വെച്ച് ആ യാസീൻ കൊണ്ട് നമ്മളെ കുടുംബ ജീവിതം എല്ലാ അർത്ഥത്തിലും റാഹത്താവണം. എന്റെ മോനെ കൊണ്ട് ഞാൻ കുടുങ്ങിയിട്ടുണ്ട് എന്ന് കണ്ണീരോടെ പറഞ്ഞ ഉമ്മ ഈ മജ്ലിസിലുണ്ട്. എന്നെ കൊള്ള കയ്യോങ്ങി അവൻ വന്നു, ഞാൻ ഒഴിഞ്ഞു മാറുക ചെയ്തത് എന്ന് പറഞ്ഞവർ ഈ കൂട്ടത്തിലുണ്ട്. എത്രയാണ് റബ്ബേ അവരൊക്കെ അനുഭവിക്കുന്ന വേദന. അപ്പൊ ആ മുത്തുനബിയുടെ ഭാര്യമാരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നല്ല ഐക്യവും സന്തോഷവും ഒരുമയും റാഹത്തും ഉണ്ടാവണം. നമുക്ക് നമ്മൾ താമസിക്കുന്നതിൽ ഏറ്റവും സന്തോഷവും റാഹത്തും കിട്ടുന്ന കേന്ദ്രം അത് നമ്മുടെ വീടാവണം. മറ്റെവിടൊന്നും കിട്ടാത്തൊരു സന്തോഷവും സമാധാനവും സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കിട്ടണം. അത് വീട്ടിലുള്ളവർക്കൊക്കെയും കിട്ടണം. ആ നിയ്യത്തോടുകൂടെ ഒരു 11 യാസീൻ ഓതി തീർക്കാൻ നിയ്യത്ത് ചെയ്യല്ലേ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും ആമീൻ പറഞ്ഞേക്ക്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് നമുക്കൊരു മുതൽ കൂട്ടാകും ഇൻഷാ അല്ലാഹ്. പടച്ചോൻ തൗഫീഖ് നൽകട്ടെ.